ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഡാഷ്. അപ്പോൾ നമുക്കറിയാം ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? മറുഭാഗത്ത് ഏതാണ് ഉത്തരം വരേണ്ടത്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് വരണം. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഒന്നാമത്തെ ഓപ്ഷനിൽ വുഡ് കമ്മ് മാത്രമേ വന്നിട്ടുള്ളൂ. രണ്ടാമത്തേൽ വുഡ് ഹാഡ് കമ്മാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തേൽ വിൽ കമ്മ്. നാലാമത്തേൽ വുഡ് ഹാവ് കമ്മ്. അപ്പോൾ ഏത് ഓപ്ഷൻ ഉത്തരമായിട്ട് വരും? വുഡ് ഹാവ് കമ്മ്. കാരണം എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം പ്ലസ് ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് വരുന്നു. അതുകൊണ്ട് ഉത്തരം ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇഫ് യു ഇൻവൈറ്റഡ്. ഇഫ് യു ഇൻവൈറ്റഡ് അല്ല, ഇഫ് യു ഇൻവൈറ്റ് മീ ഡാഷ്. നമുക്കറിയാം ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രസന്റ് ഫോം ഓഫ് വെർബാണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരണം. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ വിൽക്കം ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തിൽ വുഡാണ് വരുന്നത്. മൂന്നാമത്തേൽ വുഡ്, നാലാമത്തേലും വുഡ് വരുന്നു. അപ്പോൾ നമുക്ക് ആ വില്ല് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ്. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ്. ഓക്കെ, ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. ഹാഡ് പ്ലസ് റെയിൻഡ് എന്ന് പറയുന്ന V3, ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. അതുകൊണ്ട് മറുഭാഗത്ത് ഏത് വരണം? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. നോക്കിയേ, ഇവിടെ ഒന്നാമത്തേൽ വുഡ് ബി ആണ് വന്നിരിക്കുന്നത്. വുഡ് കഴിഞ്ഞിട്ട് ബി ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തേൽ എന്ത് ചെയ്യും? വുഡ് ഹാവ് ബീൻ. ഇവിടെ ബീൻ എന്നത് V3 ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് വുഡ് ഹാവ് ബീൻ രണ്ടാമത്തെ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. മൂന്നാമത്തെയും നാലാമത്തേലും ഉത്തരം വരില്ല. അപ്പോൾ നമുക്ക് ബി ഓപ്ഷനാണ് ഇവിടെ ബി ഫോം ആണ് ഉത്തരമായിട്ട്, അല്ലെങ്കിൽ V3 ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വുഡ് ഹാവ് ബീൻ ക്യാൻസൽഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. വുഡ് ഹാവ് ബീൻ ക്യാൻസൽഡ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം നോക്കിയേ. I would not accept the officer if I dash you. നമുക്ക് വുഡ് വരുന്ന ഒരു ഭാഗം തന്നിരിക്കുന്ന സെൻറ്റൻസിൽ മെയിൻ ക്ലോസിൽ വുഡ് വന്നിട്ടുണ്ടെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ വുഡ് വരണമെങ്കിൽ വുഡ് പ്ലസ് V1 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഏത് വന്നിട്ടുണ്ടായിരിക്കണം? ഇഫിൻ്റെ ഭാഗത്ത് പാസ്റ്റ് ടെൻസ് ഏത് വരാം? ഏതൊക്കെ വരാം എന്ന് പറഞ്ഞു നമ്മൾ? ഒന്നെങ്കിൽ വീട്ടു വരാം, അല്ലെങ്കിൽ വാസ് വരാം, അല്ലെങ്കിൽ വേറ് വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വരാം. നമുക്ക് ആമു വരില്ല, ഇനി വാസ് വരാം, അതുപോലെ ഹാഡ് ബീൻ വരില്ല, അതുപോലെ വേറും വരാം. ഇനി നോക്കിയേ, ഐയോടൊപ്പം ഇഫ് ക്ലോസിൽ എപ്പോഴും വേറ് മാത്രമേ ചേരാറുള്ളൂ. ഇമ്പോസിബിൾ കണ്ടീഷൻസ് പറയാൻ വേറ് മാത്രമേ ചേരാറ് ഉള്ളൂ. ഐ പ്ലസ് വേറാണ് ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ട് വേർ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു ഹാഡ് റെഡ് ദ പേപ്പർ യു ഡാഷ് സീൻ ദ അഡ്വർടൈസ്മെൻറ്റ്. കണ്ടല്ലോ, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യത്തിൽ. അപ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഏത് വരാം? വുഡ് വരാം, ഷുഡ് വരാം, അതുപോലെ കുഡ് വരാം, അതുപോലെ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? എയിൽ വില്ല് മാത്രമേ ഉള്ളൂ, ബിയിൽ ഹാഡ് മാത്രമേ ഉള്ളൂ, സിയിൽ വുഡ് ഹാവ് ഉണ്ട്. അതുകൊണ്ട് വുഡ് ഹാവ് ഉത്തരമായിട്ട് വരുന്നു. അതുപോലെ മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ വിൽ ഹാവ് ആണ് വന്നിരിക്കുന്നത്. അടുത്ത ആറാമത്തെ ചോദ്യം നോക്കിയേ. ഇഫ് ഹി ഹാഡ് വോൺ ദ റൈസ് ഹി ഡാഷ് ദ ചാമ്പ്യൻ. നോക്കിയേ, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഇഫ് ക്ലോസിൽ ഹാഡ് സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഇഫ് വരുന്ന ഭാഗത്ത് ഹാഡ് പ്ലസ് V3 വന്നാൽ മറുഭാഗത്ത് ഏതൊക്കെ വരാം? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. നോക്കിയേ, ഒന്നാമത്തിൽ വുഡ് ഉണ്ട്, രണ്ടാമത്തതിൽ ഏത് വുഡ് ഹാവ് ഉണ്ട്, മൂന്നാമത്തേൽ വുഡ് ബി ഉണ്ട്, നാലാമത്തേൽ വുഡ് ഹാവ് ബീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഉത്തരം വരുന്നു? വുഡ് ഹാവ് ബീൻ. വുഡ് ഹാവ് കഴിഞ്ഞിട്ട് ബീൻ എന്നത് V3 ഫോമിന് ഉപയോഗിക്കുന്നു. ദ ചാമ്പ്യൻ എന്നത് നൗൺ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം വുഡ് ഹാവ് ബീന്
അതിൽ ഓപ്ഷനിൽ ബി ഓപ്ഷൻ വുഡ് ഹാവ് കിടപ്പുണ്ട്, എഴുതരുത്. വെർബും കൂടെ നോക്കണം. വെർബ് ബീൻ ഇവിടെ വെർബായിട്ട് വന്നിരിക്കുന്നു, അതുകൊണ്ട് വുഡ് ഹാവ് ബീൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ വിൻ, ഇഫ് ഐ വിൻ. ഏഴാമത്തെ ചോദ്യം നോക്കിയേ. ഇഫ് ഐ വിൻ ദ ലോട്ടറി, ലോട്ടറി കോമ ഡാഷ്. ഇഫ് ഐ വിൻ ദ ലോട്ടറി കോമ ഡാഷ്. വിൻ എന്ന് പറയുന്നത് V1 ഫോമാണ്. ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഏതൊക്കെ ഉത്തരം വരാം? വില്ല് വരാം, ഷാൾ വരാം, ക്യാൻ വരാം, മേ പ്ലസ് V1. ഒന്നാമത്തെ ഓപ്ഷൻ ഐ വിൽ ബൈ ന്യൂ ഹൗസ് ഉത്തരം വരാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഐ വിൽ ബി ആണ് വന്നിരിക്കുന്നത്, ഉത്തരം വരില്ല. മൂന്നാമത്തിൽ വുഡ് ബൈ ആണ് വന്നിരിക്കുന്നത്, ഉത്തരം വരില്ല. നാലാമത്തിൽ വുഡ് ബി ആണ് വന്നിരിക്കുന്നത്, ഉത്തരം വരില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? എ ഓപ്ഷൻ ആയിട്ടുള്ള വിൽ പ്ലസ് V1, വിൽ ബൈ എ ന്യൂ ഹൗസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത എട്ടാമത്തെ ചോദ്യം നോക്കിയേ. ഹാഡ് ഐ ദ ടാലൻറ്റഡ്, ടാലൻറ്റ്, ഹാഡ് ഐ ദ ടാലൻറ്റ് കോമ ഡാഷ്. നോക്കുക, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഹാഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടാലൻറ്റ് എന്ന് പറയുന്നത്, ടാലൻറ്റ് ഹാഡ് പ്ലസ് എന്ത് ചെയ്യും? V3 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറുഭാഗത്തെ ഏത് ഉത്തരം വരണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് വരണം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് വരും. അപ്പോൾ എട്ടാമത്തിൽ നിങ്ങൾക്ക് വുഡ് ഹാവ് വരുന്ന ഏത് ഓപ്ഷനാണ് കിടക്കുന്നത്? വുഡ് ഹാവ് കിടക്കുന്നത് എ ഓപ്ഷൻ. എ വുഡ് ഹാവ് പോർഡ് മൈ അൺഹാപ്പിനെസ് ഇൻ ടു റൈറ്റിംഗ് എ ബുക്ക്. അതുകൊണ്ട് ഉത്തരമായിട്ട് അത് വരുന്നു. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്തത് ഒൻപതാമത്തെ ചോദ്യം. ഇഫ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഇഫ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് കോമ ഡാഷ്. ഇഫ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് കോമ ഡാഷ്. നോക്ക്, ഇവിടെ ഹാഡ് ആണ് വന്നിരിക്കുന്നത്. ഹാഡ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്നത് ഒരു നൗണാണ്. അതുകൊണ്ട് നമ്മൾ ഹാഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് ചേർക്കുമോ? ചേർക്കില്ല. ഹാഡ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതണം. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് പ്ലസ് എന്ത് ചെയ്യും? V1. അങ്ങനെ വരുന്ന ഓപ്ഷൻ എ ഓപ്ഷനാണ്. എയും ബിയും എന്ത് ചെയ്യും? സെയിം ഓപ്ഷനാണ്. നമുക്ക് എ പറയാം, എ ഓപ്ഷനാണ്. എയും ബിയും സെയിം ഓപ്ഷനാണ്. ബി ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ വിൽ നോട്ട് ബി ടയേർഡ് എന്ന് എഴുതിയാലും മതി. വിൽ നോട്ട് ബി ടയേർഡ് എന്ന് എഴുതിയിരുന്നാൽ മതി. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യുന്നു? അതൊരു വേറൊരു ഓപ്ഷനാക്കി മാറ്റാം. അപ്പോൾ വുഡ് നോട്ട് ബി ടയേർഡ് എ ഓപ്ഷനാണ്. ബി എന്ന് നമുക്കിപ്പോൾ കിടക്കുന്നതിൽ എയും ബിയും ഒരുപോലെ വരുന്ന ഓപ്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഏത് വേണോ എഴുതാം. അടുത്ത പത്താമത്തെ ചോദ്യം നോക്കിയേ. ഇഫ് ഹി ഹാഡ് ഇൻഫോംഡ് മീ എബൌട്ട് ദ പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് ഹൈക്ക് കോമ ഡാഷ്. നോക്കിയേ, ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാഡ് പ്ലസ് V3 വന്നിരിക്കുന്നുണ്ട്. മറുഭാഗത്ത് ഏത് ഉത്തരം വരണം? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കിയേ. ഒന്നാമത്തേൽ എന്ത് ചെയ്യും? ഹാഡ് ബോട്ടാണ് കിടക്കുന്നത്. രണ്ടാമത്തേൽ വിൽ ബൈ ആണ് വരുന്നത്. മൂന്നാമത്തേൽ വുഡ് ഹാവ് ബോട്ട്. വുഡ് ഹാവ് ബോട്ട് സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 11ാമത്തെ ചോദ്യം നോക്കിയേ. ഇഫ് യു ഡാഷ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. നോക്കിയേ, നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട്. വുഡ് ഹാവ് ട്രെയിൻഡ് ആണ് തന്നിരിക്കുന്നത്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വരണമെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിനകത്ത് എന്ത് വരണം? ഹാഡ് പ്ലസ് V3 വരണം. ഹാഡ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഏതാണ്? വാണ്ടഡ് കിടപ്പുണ്ട്. അതുപോലെ ബി ഓപ്ഷനിൽ വാണ്ട്സ് കിടപ്പുണ്ട്. സി ഓപ്ഷനിൽ വിൽ വാണ്ട് കിടപ്പുണ്ട്. ഡി ഓപ്ഷനിൽ ഹാഡ് വാണ്ടഡ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഡി ആണ്. അടുത്ത 12ാമത്തെ ചോദ്യം നോക്കിയേ. ഇഫ് യു വെന്റ് ദെയർ യു ഡാഷ്. നമുക്ക് ഗോയുടെ പാസ്റ്റ് ആണ് വെന്റ് എന്ന് പറയുന്നത്. ഇഫ് പ്ലസ് V2 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നമുക്ക് കുഡ് വരുന്ന ഓപ്ഷൻസ് ആണ് കിടക്കുന്നത്. കുഡ് സി, കുഡ് പ്ലസ് V1. ക്യാൻ സി ആണ് രണ്ടാമത്തെ ഓപ്ഷൻ. അതുപോലെ കുഡ് ഹാവ്
നാലാമത്തതും കുഡ് ഹാവ് വരുന്നു. അപ്പോൾ നമുക്ക് ഏത് വരുന്നു? കുഡ് പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. അതായത് എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 13ാമത്തെ ചോദ്യം നോക്കിയേ. ഷീ വുഡൻറ്റ് ഹാവ് യോണ്ട് ദ ഹോൾ ഡേ ഇഫ് ഷീ ഡാഷ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. നോക്കിയേ, അവിടെ നമുക്ക് വന്നിരിക്കുന്നത് വുഡിൻ്റെ ഹാവ് യോണ്ട് എന്നാണ് കിടക്കുന്നത്. വുഡിൻ്റെ ഹാവ് യോണ്ട്. അപ്പോൾ വുഡ്, ഷുഡ്, കുഡ് പ്ലസ് അല്ലെങ്കിൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത് മെയിൻ ക്ലോസിനകത്ത്. അപ്പോൾ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിൽ ഏത് വരണം? ഇഫ് വരുന്ന ഭാഗത്ത് ഏത് വരണം? ഏത് വരാം? ഹാഡ് പ്ലസ് V3 വരണം. ഹാഡ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഏതാണ് കിടക്കുന്നത്? ഇതിൽ ഡെസിൻ്റെ കിടപ്പുണ്ട്, ഡിഡിൻ്റെ കിടപ്പുണ്ട്, ഹാഡിൻ്റെ കിടപ്പുണ്ട്, അതുപോലെ ഡോണ്ട് കിടപ്പുണ്ട്. നമുക്ക് ഏത് ഉത്തരം വരണം? ഹാഡിൻ്റെ സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. 13ാമത്തിൻ്റെ ഉത്തരം സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചൂസ് ദ കറക്റ്റ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഫോം ഓഫ് ദ സെൻറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇഫ് യു വുഡ് ഹാവ് succumbed to this pressure. അപ്പോൾ 4ാമത്തെ ചോദ്യം നോക്കിയേ, കറക്റ്റ് ചെയ്യാനാണ്, സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാനാണ്. ഇഫ് യു വുഡ് ഹാവ് succumbed to his pressure he would have lost faith in you. നോക്കിയേ, വുഡ് ഹാവ് succumbed അതാണ് തെറ്റ് വന്നിരിക്കുന്ന ഭാഗം തിരുത്താനാണ്. ഇഫ് ക്ലോസിനകത്ത് വുഡ് ഹാവ് വരുന്ന സാധനം നമ്മൾ വല്ലതും പറഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൽ നോക്കുക. മെയിൻ ക്ലോസിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് സബോർഡിനേറ്റ് ക്ലോസിൻ്റെ പ്രത്യേകത നമുക്ക് കണ്ടെത്താം. നോക്കിയേ, മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ലോസ്റ്റ് ആണ് കിടക്കുന്നത്. വുഡ് ഹാവ് ലോസ്റ്റ് എന്ന് പറയുമ്പോൾ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ ഏത് വരണം? ഹാഡ് പ്ലസ് V3 വരണം. അവിടെ V3 സക്കംഡ് എന്ന് പറയുന്ന V3 അവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹാഡ് വരുന്ന യൂസേജ് നോക്കുക. ഒന്നാമത്തെ ഓപ്ഷനിൽ ഹാഡ് വന്നിട്ടുണ്ട്, പക്ഷെ ബീൻ എന്ന് പറയുന്നത് V3 സൂചിപ്പിക്കുന്നു, വരില്ല. രണ്ടാമത്തേൽ വുഡാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തേൽ ഹാഡ് മാത്രമേ വന്നിട്ടുള്ളൂ, അതിപ്പോൾ ഉത്തരമായിട്ട് വരാം. നാലാമത്തേൽ വുഡ് ഹാവ് ബീൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരം സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. 15ാമത്തെ ചോദ്യം നോക്കിയേ. ഇഫ് യു സ്റ്റഡി വെൽ ഡാഷ്. നമുക്ക് സ്റ്റഡി എന്നത് V1 ആണ്. V1 ആയതുകൊണ്ട് മറുഭാഗത്ത് ഏത് വരണം? വില്ല് വരാം, ഷാൾ വരാം, ക്യാൻ വരാം, മേ പ്ലസ് V1 അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഒന്നാമത്തേൽ വുഡാണ് വന്നിരിക്കുന്നത്, വരില്ല. രണ്ടാമത്തേൽ ഗെറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. മൂന്നാമത്തേൽ ഗെറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. നാലാമത്തേൽ വിൽ ഗെറ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. 15 ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 16ാമത്തെ ചോദ്യം നോക്കിയേ. ഇഫ് ഐ ഹാഡ് ഗോൺ ദെയർ. നോക്ക്, ഹാഡ് പ്ലസ് V3 ആണ്. ഗോൺ എന്ന് പറയുന്നത് V3 ആണ്. അപ്പോൾ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരാം? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നോക്കിയേ, നമുക്ക് ഉത്തരം വരുന്നത് ഏതുണ്ട്? തന്നിരിക്കുന്നതിൽ 16ാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തേൽ വുഡ് മാത്രമേ വന്നിട്ടുള്ളൂ. രണ്ടാമത്തേൽ വുഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഡോഗ് വുഡ് ഹാവ് അറ്റാക്ഡ് മീ. മൂന്നാമത്തേൽ ഡോഗ് വുഡിൻ്റെ ഹാവ് അറ്റാക്ഡ് മീ. നാലാമത്തേൽ ഡോഗ് വുഡിൻ്റെ അറ്റാക്ക് മീ. നോക്കിയാൽ നമുക്ക് 2 ഡൗട്ട് വരും. ഏതൊക്കെയാണ്? ബി ഓപ്ഷനും സി ഓപ്ഷനും. അതിൽ ചോദ്യത്തിൽ ബി ഓപ്ഷൻ എന്ത് ചെയ്യുന്നു? ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു എന്നും ബി ഓപ്ഷൻ അറ്റാക്ക് ചെയ്യില്ല എന്നുമാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഞാൻ അവിടെ പോയില്ല എങ്കിൽ ഡോഗ് അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ ഏതാണ് ആപ്റ്റ് മീനിങ് ആയിട്ട് വരുന്നത്? മീനിങ് വരുമ്പം സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. സി ഓപ്ഷൻ. അതുകൊണ്ട് നമുക്ക് എ എടുക്കാൻ പറ്റില്ല. മീനിങ് വെച്ചിട്ടാണ് നോക്കിയത്. റൂളൊക്കെ കറക്റ്റ് ആയിരുന്നു. മീനിങ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരെണ്ണം ഒഴിവാക്കാം. അടുത്ത് നോക്കിയേ. ഇഫ് ഹി ഡാഷ് ഏർലിയർ ഐ വുഡ് മീറ്റ് ഹിം. നമുക്ക് മെയിൻ ക്ലോസിൽ വുഡ് മീറ്റ് ആണ് തന്നിരിക്കുന്നത്. വുഡ് പ്ലസ് V1 ആണ് വന്നിരിക്കുന്നത്. വുഡ് പ്ലസ് V1 എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് ക്ലോസിൽ ഏത് വരണം? ഒന്നെങ്കിൽ V2 വരണം, അല്ലെങ്കിൽ ഡിഡ് വരാം, വാസ് അല്ലെങ്കിൽ വെയറും വരാം. നമുക്ക് ഹി ആണ് വന്നിരിക്കുന്നത്. ഹി കഴിഞ്ഞിട്ട് V2 കെയിമുണ്ട്, കംസ് ഉണ്ട്, കമ്മുണ്ട്, കമ്മിങ് ഉണ്ട്. ഏതാണ്? കെയിമാണ് V2 എന്ത് ചെയ്യുന്നു ആയിട്ട് വരുന്നത്. കമ്മിൻ്റെ V2 രൂപം കെയിമാണ്. അതുകൊണ്ട് കെയിം ഉത്തരമായിട്ട് വരുന്നു.
എന്ത് ചെയ്യുക, അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ വെയർ എ ബേർഡ് നമ്മൾ പറഞ്ഞു വാസ് വെയർ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരണം? വാസ് വെയർ വന്നു കഴിഞ്ഞാൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. അങ്ങനെയാണെങ്കിൽ ഏത് വരും? ഒന്നാമത്തെ വിൽ ഫ്ലൈ വരില്ല, വുഡ് ഫ്ലൈ വരാം, വുഡ് ഹാവ് മൂന്നാമത്തതും നാലാമത്തതും വുഡ് ഹാവ് വരുന്നു. നമുക്ക് ഉത്തരം ഏത് വരുന്നു? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. 18 ബി. അത് 19ാമത്തെ ചോദ്യം നോക്കിയേ. ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽസ്. നോക്ക്, അതിൽ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇഫ് വരുന്ന ഭാഗമാണ് സബോർഡിനേറ്റ് ക്ലോസ്, അവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ ക്ലോസിൻ്റെ പ്രത്യേകത നോക്കിയേ, വുഡ് സെൻഡ് ആണ്, വുഡ് പ്ലസ് V1 ആണ് വന്നിരിക്കുന്നത്. അപ്പം സബോർഡിനേറ്റ് ക്ലോസിൽ ഏത് വരണം? V2 വരണം. നോക്കിയേ, ദ കമ്പ്യൂട്ടർ V2 വരുന്ന ഓപ്ഷൻ ഏതാണ്? വാസ് വീട്ടിൻ്റെയും നമ്മൾ V2 അല്ലെങ്കിൽ വാസ് വരാം, വേർ വരാം, ഡിഡ് വരാം. നമുക്കിവിടെ ഏത് മാത്രമേ വന്നിട്ടുള്ളൂ? വാസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വാസ് ഉത്തരമായിട്ട് വരുന്നു. ഹാസ് പ്രസൻ്റ് ആണ്, ബി വരില്ല, ഈസും വരില്ല. അടുത്ത ചോദ്യം നോക്കിയേ. ഈസും പ്രസൻ്റ് ആണ്, ബിയും പ്രസൻ്റ് ആണ്. അടുത്ത നോക്കിയേ. ഇഫ് യു ഹാഡ് വോണ്ട് ഹിം ഹി ഡാഷ് ടേക്കൺ ദ മോട്ടോർ ബൈക്ക്. നോക്കിയേ, ഹാഡ് പ്ലസ് V3 ആണ് കിടക്കുന്നത്. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരും? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, വുഡ് വരാം പ്ലസ് ഹാവ് പ്ലസ് V3. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? നോക്കിയേ, അവിടെ ടേക്കൺ എന്ന V3 തന്നിട്ടുണ്ട്. നമുക്ക് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഏതാണ് ഓപ്ഷൻ കിടക്കുന്നത്? എ ഓപ്ഷനാണ്, വുഡിൻ്റെ ഹാവ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത രണ്ടാമത്തെ വില്ല് വന്നിട്ടുള്ളൂ, മൂന്നാമത്തെ ഡിഡാണ്, നാലാമത്തെ ഷാളാണ് കിടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. 21ാമത്തെ ചോദ്യം. ഇഫ് ഐ വെയർ ദ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഡാഷ്. അപ്പം വെയർ ആണ് വന്നിരിക്കുന്നത്. ഇഫ് ക്ലോസിനകത്ത് വെയർ ആണ് വന്നിരിക്കുന്നത്. അപ്പം വാസ് വെയർ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരണം? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, വുഡ് വരാം പ്ലസ് V1. വുഡ് ഷുഡ് കുഡ് മൈറ്റ്, വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ വില്ലാണ് വന്നിരിക്കുന്നത്, വരില്ല. രണ്ടാമത്തേൽ വുഡ് ഹാവ് ആണ് വന്നിരിക്കുന്നത്, വരില്ല. മൂന്നാമത്തേൽ വുഡ് ക്യാൻസൽ, വുഡ് പ്ലസ് V1 വന്നിട്ടുണ്ട്, ഉത്തരം വരാം സി ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ വിൽ ഹാവ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സെൻറ്റൻസ്, ഇഫ് യു ബൈ എ BMW കാറ്. നമുക്ക് ബൈ എന്ന് പറയുന്നത് V1 ആണ്, അതുകൊണ്ട് മറുഭാഗത്തെ വില്ല് വരണം. ഇവിടെ വന്നിരിക്കുന്നത് ഇറ്റ് വുഡ് കോസ്റ്റ് എന്നാണ്. അപ്പോൾ ഇറ്റ് വുഡ് ആണ് അവിടെ വന്നിരിക്കുന്നത്, വുഡ് വരില്ല. അപ്പോൾ ഉത്തരം തെറ്റ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി. ഇഫ് യു ബോട്ട് V2 ആണ്. അപ്പോൾ മറുഭാഗത്ത് വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം. വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1 വരണം. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് വില്ലാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ ബോട്ട് വന്നിട്ട് മറുഭാഗത്ത് വില്ല് വന്നിരിക്കുന്നുണ്ട്, അതും വരില്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഇഫ് യു ബൈ എന്ന് പറയുന്നത് V1 ആണ്, മറുഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ബൈ V1 ആണ്, മറുഭാഗത്ത് ഏത് വരണം? മറുഭാഗത്ത് എന്ത് ചെയ്യും? വുഡ്, വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1 വരണം. ഇവിടെ വുഡാണ് വന്നിരിക്കുന്നത്, അതും വരില്ല. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഇഫ് യു ഹാഡ് ബോട്ട്, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് ഏത് വരണം? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. നോക്ക്, വുഡ് ഹാവ് കോസ്റ്റ് അവിടെ കണക്കുന്നത് കറക്റ്റാണ്. കോസ്റ്റിൻ്റെ മൂന്നാമത്തെ രൂപം കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. പിക്ക് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദി ഓപ്ഷൻ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എഴുതാനാണ്. നോക്കിയേ, ഓരോ ഓപ്ഷനും വായിച്ച് തെറ്റ് പറഞ്ഞു പോവാം. ഇഫ് യു സ്റ്റഡി എന്ന് പറയുന്നത് V1 ആണ്, അതുകൊണ്ട് മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. ഇവിടെ വുഡാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഉത്തരം വരില്ല, ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് ദ എക്സാമിനേഷൻ. സ്റ്റഡി എന്ന് പറയുന്നത് V1 ആണ്. ഇനി മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 വന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നൂടെ? എന്ത് ചെയ്യും? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരാം. അടുത്തതിൻ്റെ തെറ്റും കൂടി നോക്കാം നമുക്ക്. ഇഫ് യു സ്റ്റഡീഡ് V2 ആണ്, അതുകൊണ്ട് മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് വരണം. ഇവിടെ വില്ലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് വരില്ല.
നാലാമത്തെ ഓപ്ഷൻ ഇഫ് യു ഹാവ് സ്റ്റഡീഡ്, ഹാവ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്, മറുഭാഗത്ത് വുഡ് ഹാവ് വരണം, ഇവിടെ വുഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഐ ഹാഡ് എ മില്യൺ പൗണ്ട്സ് ഡാഷ്, ഇഫ് ഐ ഹാഡ് എ മില്യൺ പൗണ്ട്സ് ഡാഷ്, 24ാമത്തെ ചോദ്യം. അപ്പോൾ ഹാഡ് പ്ലസ് എന്ത് ചെയ്യും, ഹാഡ് ആണ് വന്നിരിക്കുന്നത്, ഹാഡ് വരുന്ന യൂസേജ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഓപ്ഷനിൽ നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ടേ, ഏതൊക്കെ ഓപ്ഷൻ, ഹാഡ് ബോട്ട് ആൻ എസ്റ്റേറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ വിൽ ബൈ ആൻ എസ്റ്റേറ്റ് എന്ന് വന്നിട്ടുണ്ട്, അതുപോലെ നാലാമത്തത് വുഡ് ബൈ ആൻ എസ്റ്റേറ്റ്, അതുപോലെ വുഡ് ഹാവ് ബോട്ട് ആൻ എസ്റ്റേറ്റ്. നമുക്ക് ഹാഡ് കഴിഞ്ഞിട്ട് നമുക്ക് V3 ആണ് വരുന്നതെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 എഴുതാം. എന്നാൽ ഇവിടെ ഹാഡ് കഴിഞ്ഞിട്ട് V3 വല്ലതും വന്നിട്ടുണ്ടോ, മില്യൺ പൗണ്ട്സ് ഒരു നൗണല്ലേ വന്നിരിക്കുന്നത്, നൗണാണ് വരുന്നതെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വന്ന രണ്ടാമത്തെ റൂൾ. അത് നമുക്ക് ഉത്തരം ഏത് വരുന്നു, ഐ വുഡ് ബൈ. കണ്ട, ഹാഡ് കഴിഞ്ഞിട്ട് മില്യൺ പൗണ്ട്സ് എന്ന് പറയുന്നത് നൗണാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഹാഡ് പ്ലസ് നൗണാണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. കറക്റ്റ് സെൻറ്റൻസ് എന്നാണ്, ഐ വുഡ് പേ അപ്പ് ഇഫ് ഐ വാസ് യു, ഐ വുഡ് പേ അപ്പ് ഇഫ് ഐ വാസ് യു. നോക്കിയാണ്, വുഡ് പേ നമുക്ക് വുഡ് പ്ലസ് V1 ആണ് വന്നിരിക്കുന്നത്. മെയിൻ ഇഫ് ക്ലോസിനകത്ത് ഇഫ് ഐ വാസ് യു, ഇഫ് ഐ വാസ് എന്ന് പറയുമോ, ഐയോടൊപ്പം ഇഫ് ക്ലോസിൽ എപ്പോഴും വേറെ ചേരുള്ളൂ, ഐയോടൊപ്പം ഇഫ് ക്ലോസിൽ എപ്പോഴും എന്തേ ചേരുള്ളൂ, വേറെ ചേരുള്ളൂ. ഇമ്പോസിബിൾ കണ്ടീഷൻസ് ആണെങ്കിൽ ഐയോടൊപ്പം എപ്പോഴും വേറെ ചേരാറുള്ളൂ, ഇഫ് ക്ലോസിൽ വേറെ ചേരാറുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് പറയാം, ഇഫ് ഐ വെയർ എന്ത് ചെയ്യും നോക്കാം, വുഡ് പേ ഇഫ് ഐ വെയർ യു, എന്ത് ചെയ്യുന്നു, ഐ വുഡ് പേ. നോക്ക് ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ വുഡ് പേ, അത് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് ഇഫ് ഐ വെയർ യു ഒന്നാമത്തെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനിൽ ഏത്, വുഡ് പേ വന്നിട്ട് അയാം എന്നാണ് കിടക്കുന്നത്, വരില്ല. മൂന്നാമത്തേൽ പെയ്ഡ് ആണ് വന്നിരിക്കുന്നത്, പെയ്ഡ് എന്ന് പറഞ്ഞാൽ V2 ആണ്, വരില്ല. നാലാമത്തേൽ വേറെ അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ പെയ്ഡ് വന്നുകൊണ്ടാണ് അത് വരാത്തത്, പെയ്ഡ് V2 ആണ്. നാലാമത്തേലും 6 ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. വുഡ് പേ, വുഡ് പ്ലസ് V1, മറുഭാഗത്ത് ഐ വെയർ വന്നിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് യു ഹാഡ് ബീൻ മോർ പൊളൈറ്റ്, കോമ ഡാഷ്. നോക്കിയേ, അതിൽ ഹാഡ് പ്ലസ് ബീൻ, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് ഉത്തരമായിട്ട് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 വരണം. ഇവിടെ ബീൻ V3 ഫോം ഓഫ് വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു, വുഡ് ഹാവ് എഗ്രീഡ്. ഏത് ഓപ്ഷൻ, നമ്മുടെ എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഹി വുഡ് ബൈ എ കാർ, നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് ആണ് എഴുതേണ്ടത്. വുഡ് പ്ലസ് V1 ആണ് സബോർഡിനേറ്റ് ക്ലോസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ എന്ത് വരണം, ഏത് വരണം, ഇഫ് പ്ലസ് ഏത് വരണം, മെയിൻ ക്ലോസ് അല്ല, സബോർഡിനേറ്റ് ക്ലോസിൽ ഏത് വരണം, ഇഫ് പ്ലസ് ഏത് വരണം, V2 ഉത്തരമായിട്ട് വരണം. V2 വന്നാലല്ലേ നമ്മളെ മെയിൻ ക്ലോസിനകത്ത് ഏത് വരുള്ളൂ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരുള്ളൂ. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് നോക്കുക, ഇഫ് വരുന്ന ഭാഗമാണ് സബോർഡിനേറ്റ്. ഇപ്പോൾ വുഡ് ബൈ വരണമെങ്കിൽ മറുഭാഗത്ത് V2 വരണം. V2 വരുന്ന ഒന്നാമത്തെ ഹാഡ് ആണ് വന്നിരിക്കുന്നത്, വരില്ല. ഹാഡ് 2 ഹാഡ് വന്നു കഴിഞ്ഞാൽ ഒരു ഹാഡ് ഓക്സിലറിയും ഒരു ഹാഡിനെ മെയിൻ വെർബായിട്ട് എടുത്തിട്ട് നമുക്ക് വുഡ് ഹാവ് വരുന്ന യൂസേജ് എഴുതണം. രണ്ടാമത്തേൽ ഹാസ് ആണ് വന്നിരിക്കുന്നത്, മൂന്നാമത്തേൽ ഹാവ് ആണ് വന്നിരിക്കുന്നത്, പ്രസൻ്റ് ആണ്. നാലാമത്തേൽ ഹാഡ് വന്നിരിക്കുന്നു. അതുകൊണ്ട് നാലാമത്തെ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ ഹാഡ് V2 ഫോമിൽ വെർബായിട്ട് ഉപയോഗിക്കുന്നു, മണി എന്ന് പറയുന്നത് നൗൺ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഡാഷ് ദ പ്രോഗ്രാം വിൽ ബി പോസ്റ്റ്പോൺഡ്. നോക്കിയോ, അതിൽ ദ പ്രോഗ്രാം വിൽ ബി പോസ്റ്റ്പോൺഡ് ആണ് നമുക്ക് തന്നിരിക്കുന്ന കീവേഡ്. ഇഫ് ക്ലോസ് എഴുതണം. വില്ല് വരുന്നതാണെങ്കിൽ മറുഭാഗത്ത് ഏത് വരണം, V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഉത്തരമായിട്ട് വരണം. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. ഒന്നാമത്തേൽ റെയിൻഡ് V2 ആണ്. ഇനി മൂന്നാമത്തേൽ റെയിനിങ് വാസ് വന്നിരിക്കുന്നത് പാസ്റ്റ് ആണ്. റെയിൻസ് V1 ആണ്. V1 എസ്സിൽ അവസാനിക്കുന്ന വെർബ്. നാലാമത്തേൽ വിൽ റെയിൻ. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ആണ്, പ്രസൻറ്റ് ടെൻസ് സി. അടുത്ത ചോദ്യം നോക്കിയേ, ഐ വുഡിൻറ്റ് ജമ്പ് ഓഫ് ദാറ്റ് റോക്ക്. ഐ വുഡിൻറ്റ് ജമ്പ് ഓഫ് ദാറ്റ് റോക്ക്. ഇഫ് ക്ലോസ് എഴുതാനാണ്, സബോർഡിനേറ്റ് ക്ലോസ് ഫില്ല് ചെയ്യാനാണ്. വുഡ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരണം,
ഏത് വരണം? V2 വരണം. ഏത് വരണം? V2 വരണം. ഒന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് ഏത് വന്നിരിക്കുന്നു? 29 ഒന്നാമത്തെ ഓപ്ഷനിൽ ആം പ്രസന്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഹാഡ് ബീൻ, ഹാഡ് പ്ലസ് V3 വരില്ല. മൂന്നാമത്തേൽ വേർ, അയ്യോടൊപ്പം വേർ ചേർക്കാം. വേർ വാസ് അല്ലെങ്കിൽ വേർ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരം വരാം. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 30ാമത്തെ ചോദ്യം നോക്കിയേ. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ ഐ ഡാഷ് ടോൾഡ് യു. നോക്കിയാൽ ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഹാഡ് പ്ലസ് V3 മറുഭാഗത്ത് വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ടോൾഡ് അവിടെ V3 ആണ്, അതുകൊണ്ട് വുഡ് ഹാവ് വരുന്ന ഓപ്ഷൻ നോക്കുക. വിൽ ഹാവ് ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തേൽ വുഡ് ആണ്. മൂന്നാമത്തേൽ വുഡ് ഹാവ് ഉത്തരമായിട്ട് വരുന്നു. നാലാമത്തെ ഓപ്ഷൻ ഹാഡ് മാത്രമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. യു വുഡ് ലുക്ക് ബെറ്റർ ഇഫ് ഡാഷ്. ഇഫ് ഡാഷ്. നോക്കിയേ, ഇപ്പോൾ വുഡ് ലുക്ക് ബെറ്റർ എന്നാണ് കിടക്കുന്നത്. വുഡ് പ്ലസ് V1 ആണ് കിടക്കുന്നത് മറുഭാഗത്ത്. അപ്പം ഇഫ് ക്ലോസിൽ എന്തൊക്കെ വരാം? V2 ആണ് വരേണ്ടത്. V2 വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തിൽ വുഡ് ഹാവ് ആണ് വരുന്നത്, വരില്ല. രണ്ടാമത്തിൽ കട്ട്, യു വുഡ് കട്ട് യുവർ ഹെയർ. കട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വുഡ് കട്ടാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തതിൽ ഹാവ്, അടുത്തതിൽ വില്ല്, അതുകൊണ്ട് കട്ടാണ് വരുന്നത്. വുഡ് കട്ട് V2 ഉത്തരമായിട്ട് വരുന്നത്. കട്ടിൻ്റെ V2 കട്ട് തന്നെയാണ്. ലാസ്റ്റ് ചോദ്യം, അവസാനത്തെ ചോദ്യം നോക്കിയേ. ഇഫ് ദ വർക്ക് മാൻ ഹാഡ് നോട്ട് ബീൻ ടൈഡ് ദേ ഡാഷ് ദ വർക്ക്. നോക്ക്, ഹാഡ് പ്ലസ് V3 വരുന്ന ഓപ്ഷനാണ്. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് ബീനാണ് അവിടെ V3 ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മറുഭാഗത്ത് ഏത് വരാം? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് എന്ത് ചെയ്യുന്നു? ഹാവ് പ്ലസ് V3 വരണം. ഏത് ഉത്തരം വരുന്നു? ഒന്നാമത്തെ എ ഓപ്ഷൻ എന്ന് പറയുന്നത് വുഡ് ഹാവ് കംപ്ലീറ്റഡ്, വുഡ് ഹാവ് V3 കംപ്ലീറ്റഡ് ഉത്തരമായിട്ട് വരുന്നു.